ഹലോ നമസ്കാരം. എല്ലാവരും ചേർന്ന് നിൽക്കുക, വഴി ബ്ലോക്കാക്കരുത് പ്ലീസ് പ്ലീസ്. എല്ലാവരും ചേർന്ന് നിൽക്കുക, വഴി ബ്ലോക്കാക്കരുത് പ്ലീസ്. സ്നേഹമുള്ള മുദ്രാവാക്യം വിളിക്കുന്നതിന് കുഴപ്പമില്ല. വഴി തടയാനുള്ള മുദ്രാവാക്യം അല്പം ഇടത് സൈഡിലേക്ക് മാറി നിൽക്കണം. ഞങ്ങൾ വോട്ട് കഴിഞ്ഞോട് ഞങ്ങൾക്കറിയാം ഇങ്ങനെ ഇല്ലാത്ത സർക്കാരിന് അനുകൂല വാർഡ് കിട്ടാൻ വേണ്ടിയുള്ള വാശി കിട്ടുന്നത് ഓർഡിനറി ഓടിക്കൊണ്ടിരിക്കുന്ന ഓർഡിനറി വാർഡിന് വാശി കൊണ്ടിരിക്കുക. എല്ലാം ഭാഷ വാശയെ വിട്ടിരിക്കുക, വാശ വിട്ടിരിക്കുക. വാശ തിരുവനാട് പോയെന്ന് വരാൻ വണ്ടി കൊണ്ടിട്ടിരിക്കുക. ഭാഷയില്ല. പ്രിയദർശിനി അങ്ങ് ഇട്ടാ പോരായിരുന്നു. ഭാഷ മാത്രമേ ഉള്ളൂ, ഭാഷ മാത്രമേ ഉള്ളൂ. മലപ്പുറം ഒരു ഭാഷ രാവിലെ പോകുന്നു, ഭാഷയില്ല. ഭാഷ വണ്ടി എടുത്തിട്ട് രണ്ടിലിട്ടേക്കുക. ജോർജ് പുത്തനാന നമ്മുടെ ബാബു ഗാനത്തിൽ ജില്ലാ സെക്രട്ടറി എത്തിയിട്ടുണ്ട്. നമ്മുടെ ജോസൂർ എത്തിയിട്ടുണ്ട്. രാമേന്ദ്രൻ എത്തിയിട്ടുണ്ട്. എത്തിയിട്ടുണ്ട്.
സുഹൃത്തുക്കളെ തൊഴിലാളി സുഹൃത്തുക്കളെ നമ്മളെ സ്വകാര്യ വ്യവസായം ഇതുവരെ ഇല്ലാത്ത ഒരു നമ്മളെ ഒരു പരിധിവരെ നമ്മളെ എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ജീവിതം നമുക്ക് നിർത്തി വയ്ക്കാനും വേല നടത്തിക്കൊണ്ട് പോകാനും വേല അത്ര മോശമായ അവസ്ഥയിലൂടെയാണ് നമ്മുടെ സ്വകാര്യ ബസ് വ്യവസായം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ ആഴ്ച നമ്മൾ ഈ കഴിഞ്ഞ 15-ാം തീയതി ജൂൺ 15-ാം തീയതി സ്ത്രീകൾക്ക് സൗജന്യ യാത്ര KSRTC ഓട്ടോറിക്ഷകളെ പ്രഖ്യാപിച്ചപ്പോൾ മുതലേ ഓരോ ദിവസവും നമ്മുടെ ബസ്സുകളുടെ വരുമാനം കുറഞ്ഞു വരികയാണ്. ഈ രീതിയിൽ നമുക്ക് കോട്ടയം ജില്ലയിൽ ഏറ്റവും കൂടുതൽ ഈ സ്ത്രീ സൗജന്യ യാത്ര കൊണ്ട് ദുരിതം അനുഭവിക്കുന്ന ബസ്സുകളാണ് കോട്ടയം ജില്ലയിലുള്ളത്. നമ്മുടെ ഉടമസ്ഥ തൊഴിലാളികൾക്കും അവരുടെ തൊഴിലാളികൾക്കും തൊഴിൽ പൂർണ്ണമായിട്ടും നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. ഈ ഒരവസരത്തിൽ നമുക്ക് ശക്തമായി പ്രതിഷേധിക്കുക മാത്രമാണ് നമുക്ക് ചെയ്യാനുള്ളത്. അതാണ് ഇന്നിപ്പം നമ്മളിവിടെ ഒരു ദിവസം ബസ്സുകൾ നിർത്തിവെച്ചുകൊണ്ട് നമ്മുടെ ബസ്സുടമകളും തൊഴിലാളികളും സംയുക്തമായി നമ്മൾ ഇവിടെ ഈ കളക്ടറേറ്റ് മുമ്പിലേക്ക് മാർച്ച് നടത്താനും ധർണ നടത്താനും തയ്യാറായിരിക്കുന്നത്. നമ്മുടെ ശബ്ദം സർക്കാരിന്റെ കീഴിൽ എത്തണം. നമ്മളോടൊപ്പം ഇന്ന് പത്തനംതിട്ട, ആലപ്പുഴ, കൊല്ലം ജില്ലകളിലും ബസ്സുകൾ നിർത്തിവെച്ച് അവർ കളക്ടറേറ്റുകളിലേക്ക് മാർച്ചും ധർണയും നടത്തുകയാണ്. നമ്മൾ മഴയൊക്കെ വരുമ്പോൾ നമുക്ക് അധികം സമയം കളയേണ്ട നമ്മളെ ഈ സാഹചര്യം പറയുകയാണ് ഞാൻ ചെയ്യാൻ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീ ജാക്സൺ സി ജോസഫിനെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ ധർണ ഉദ്ഘാടനം ചെയ്യാനായി എത്തിച്ചേർന്നിരിക്കുന്ന കേരള സ്റ്റേറ്റ് പ്രൈവറ്റ് ഓപ്പറേറ്റീവ്സ് ഫെഡറേഷന്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ KK തോമസിനെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ട്രേഡ് യൂണിയൻ നേതാക്കളായ നമ്മുടെ CITUവിന്റെ ജില്ലാ പ്രസിഡന്റ് ശ്രീ PJ വർഗീസ് ഇവിടെ എത്തിച്ചേരാമെന്ന് അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. BMSന്റെ ഓട്ടോ തൊഴിലാളി ഫെഡറേഷൻ BMS സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ KN മോഹനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഓട്ടോ തൊഴിലാളിയുടെ KTCയുടെ പ്രസിഡന്റ് ശ്രീ ജോസു ടിപ്പുവിനെ ജില്ലാ പ്രസിഡന്റ് യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. KTCയുടെ സംസ്ഥാന പ്രസിഡന്റ് ജോസ് പങ്കാല ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ശ്രീ സാബു കാലിക്കൽ മോട്ടോർ തൊഴിലാളികൾ KTCയുടെ ജില്ലാ സെക്രട്ടറിയാണ്. അദ്ദേഹത്തെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. KTCയുടെ ആനന്ദക്കുട്ടൻ സാറ് ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. AITUസിയുടെ ശ്രീ രാമേന്ദ്രൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ ജില്ലാ ഭാരവാഹികളെ, നമ്മുടെ താലൂക്ക് യൂണിറ്റ് സെക്രട്ടറിമാരെ, നമ്മുടെ തൊഴിലാളി സുഹൃത്തുക്കളെ, ബസ്സുടമ സുഹൃത്തുക്കളെ എല്ലാവരെയും യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിൽക്കുന്നു. ഏറെ ബഹുമാനപ്പെട്ട നമ്മുടെ ഈ യോഗം ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിരിക്കുന്ന ഫെഡറേഷൻ്റെ പ്രസിഡന്റ് ശ്രീ KK തോമസ് അവർ, നമ്മുടെ കോട്ടയം ജില്ലയുടെ ജനറൽ സെക്രട്ടറി ശ്രീ KS സുരേഷ് അവർ, കോട്ടയം ജില്ലാ പ്രസിഡന്റ് ശ്രീ വിനോദ് K ജോർജ്, മറ്റ് സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗങ്ങളെ, നമ്മുടെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ബസ് ട്രാൻസ്പോർട്ട് ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ PJ വർഗീസ്, മോട്ടോർ തൊഴിലാളി ഫെഡറേഷൻ BMSന്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ KN മോഹനൻ, മോട്ടോർ തൊഴിലാളി യൂണിയൻ KTUCയുടെ ജില്ലാ സെക്രട്ടറി സാബു കാരക്കൽ, മോട്ടോർ തൊഴിലാളി യൂണിയൻ ജില്ലാ പ്രസിഡന്റ് ജോസ് ടിപ്പുവേലിൽ, ശ്രീ ജോസ് പൊത്തൻകാല CTUC ആനന്ദകുട്ടൻ സാർ തുടങ്ങി ATUCയുടെ രാമചന്ദ്രൻ സാർ, ബഹുമാനപ്പെട്ട ബസ് ഉടമ സുഹൃത്തുക്കളെ, ബസ് ജീവനക്കാരായ സഹപ്രവർത്തകരെ, നമ്മളെ സംബന്ധിച്ച് യാതൊരുവിധ പഠനവും യാതൊരുവിധ ചർച്ചയും കൂടാതെ നടപ്പിലാക്കിയ ഫ്രീ സൗജന്യ യാത്ര പ്രിയദർശിനി പദ്ധതി മൂലം നമ്മൾക്കുണ്ടായ നഷ്ടം എങ്ങനെയാണെന്ന് സർക്കാരിലേക്ക് കാണിച്ചു കൊടുക്കുവാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഇന്നിവിടെ ഈ സൂചനാ സമരം സംഘടിപ്പിച്ചത്. നമ്മളെ സംബന്ധിച്ച് ഇത് എന്തുമാത്രം നഷ്ടമുണ്ട് എന്ന് ഞങ്ങളെ കഴിഞ്ഞും കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു തൊഴിലാളി എന്ന നിലയിൽ നിങ്ങളാണ് ഞങ്ങളുടെ വണ്ടിയുടെ കാര്യങ്ങൾ മുഴുവൻ നടത്തുന്നത്. രാവിലെ വണ്ടി തന്നുവിട്ടാൽ പിന്നെ വണ്ടിയുടെ മുതലാളി നിങ്ങളാണ്. വൈകിട്ട് തിരിച്ച് ഷീറ്റ് കൊണ്ട് തരുമ്പോൾ ആ ഷീറ്റിൽ എന്തെങ്കിലും ബാലൻസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടാണ്. ആ ഒരു സാഹചര്യം ഇപ്പോൾ വന്നിരിക്കുകയാണ്. 500 മുതൽ 3000 രൂപ വരെയുള്ള കുറവുള്ള ഒരു സാഹചര്യത്തിൽ ഇത് സർക്കാരിനെ ബോധ്യപ്പെടുത്തുവാൻ ഞങ്ങളോടൊപ്പം നിങ്ങൾ മടിചേർന്നു. നിങ്ങളുടെ സാഹചര്യം മഴയുടെ ഇതുണ്ട്. ഏതായാലും നമുക്കൊരു കാര്യം അറിയാം, സ്ത്രീ ശാക്തീകരണത്തിന്റെ പേരും പറഞ്ഞ് ഒരു ക്ഷേമപ്രവർത്തനം ചെയ്യുന്നതിൽ നമ്മൾ ആരും എതിരല്ല. പ്രിയമുള്ളവരെ, ഈ കളക്ടറേറ്റിലേക്ക് 2 ബസ് എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും വരുന്നത്
അത് മുഴുവൻ ഫ്രീ ആയിട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സ്ത്രീ ശാക്തീകരണത്തിന്റെ പേരിൽ ക്ഷേമ പ്രവർത്തനം നടത്തുമ്പോൾ അർഹതപ്പെടുന്നവർക്ക് കൊടുക്കണമെന്നാണ് നമ്മുടെ എല്ലാവരുടെയും അഭിപ്രായം. ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ ഈ യോഗം ഉദ്ഘാടനം ചെയ്യുവാനായി ഫെഡറേഷന്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ കെ തോമസ് അവരോട് എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിനെ ഞാൻ ഈ ഉദ്ഘാടനം ചെയ്യുവാനുമായി ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. ഏറ്റവും ബഹുമാന്യനായ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷന്റെ ജില്ലാ പ്രസിഡന്റ് ശ്രീ ജാക്സൺ, ജില്ലാ സെക്രട്ടറി ശ്രീ സുരേഷ്, ഏറ്റവും പ്രിയപ്പെട്ട ട്രേഡ് യൂണിയന്റെ നേതാക്കന്മാരെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, തൊഴിലാളി സുഹൃത്തുക്കളെ, എല്ലാ രാജ്യത്തിൻ്റെയും പുരോഗതി എന്ന് പറയുന്നത് നമുക്കറിയാവുന്നതുപോലെ വ്യവസായത്തിലൂടെയാണ്. ചെറുതും വലുതുമായ വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിച്ച് ഗവൺമെൻറ് തലത്തിൽ വേണ്ട ഒത്താശ ചെയ്തു കൊടുത്തുകൊണ്ട് ഈ നാട്ടിലെ അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന എല്ലാ നാട്ടിലെയും ആളുകളെയും കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോഴാണ് ആ സംസ്ഥാനത്തിൻ്റെയും രാജ്യത്തിൻ്റെയും വികസനം എന്ന് പറയുക. നമുക്കറിയാം, ജനത്തിന് പോലും തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വ്യവസായമാണ് നമ്മുടെ പ്രൈവറ്റ് ബസ് എന്ന് പറഞ്ഞാൽ. നിസ്സാരമായ കണക്കുകളിലൂടെ നമ്മൾ പരിശോധിച്ചാൽ 10,000 ബസ്സുകൾ കൂട്ടിയാൽ പോലും 5,000 കോടി രൂപയുടെ ഈ കേരളത്തിൻ്റെ നിരത്തിൽ ചെലവഴിച്ചുകൊണ്ട് നമ്മൾ സുഗമമായ പൊതുഗതാഗതത്തെ സംഭരിച്ചു കൊടുക്കുകയാണ്. KSRTC എന്ന് പറയുന്ന വെള്ളാനയ്ക്ക് ഓരോ വർഷവും കോടാനുകോടി രൂപ സർക്കാർ ഖജനാവിൽ നിന്നും എടുത്തുകൊടുത്ത് സർവീസ് നടത്തുമ്പോൾ ഒരു പ്രൈവറ്റ് ബസ്സിന് 45 ലക്ഷം രൂപയോളം മുതൽ മുടക്കി തന്നോടൊപ്പം നിൽക്കുന്ന 4-5 ആളുകളോടും ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മളിവിടെ പൊതുഗതാഗതം നടത്തിക്കൊണ്ടു പോവുകയാണ്. വിദ്യാർത്ഥികൾ എന്ന് പറയുന്ന ആളുകൾ നമുക്കറിയാം നാളത്തെ വലിയ വലിയ ആളുകളാകാനുള്ളവരാണ് എന്നാണ് ഗവൺമെന്റിനെ സമീപിക്കുമ്പോൾ പറയുക. എന്നും നിങ്ങൾക്കറിയാവുന്നതുപോലെ 1 രൂപ മാത്രം കൊടുത്തുകൊണ്ടാണ് 4 കിലോമീറ്റർ പ്രൈവറ്റ് ബസ്സിൽ സഞ്ചരിക്കുക. 2011 മുതൽ ആ 1 രൂപയാണ് ഇപ്പോഴും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പല പ്രാവശ്യം ഞങ്ങൾ സമീപിച്ചപ്പോഴും പറഞ്ഞു, വിദ്യാർത്ഥികളെ കൂട്ടാൻ പറ്റത്തില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ വെല്ലുവിളിച്ച് പറയുന്നു, നിങ്ങൾ ബസ് മുതലാളി എന്ന് ഓമന പേരിട്ട് വിളിക്കുമ്പോൾ എന്റെ മുമ്പിൽ നിൽക്കുന്ന ഇത്ര ആളുകളും 99% ആളുകളും അഭ്യർത്ഥിസര നമുക്ക് തൊഴിലാഭ വേതനത്തിന് വേണ്ടി അവിടെ രജിസ്റ്റർ ചെയ്ത് സർക്കാരിന്റെ ആനുകൂല്യം മേടിച്ച് പറ്റാതെ ഓരോരുത്തരും അവരവരെ കണ്ടാൽ പറ്റുന്ന രീതിയിൽ വ്യവസായം എന്ന രീതിയിൽ മുതൽ മുടക്കി തന്നോടൊപ്പം നിൽക്കുന്നവരെ ചേർത്ത് പിടിച്ച് അവരുടെ കുടുംബങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന സാഹചര്യമാണ്. അങ്ങനെ ദുരിതങ്ങൾ ഏറ്റുവാങ്ങി മുൻപോട്ട് വന്നപ്പോഴാണ് നമുക്കറിയാവുന്നതുപോലെ ഒരു വലിയ പ്രഖ്യാപനം നടത്തി. എന്തായ പ്രഖ്യാപനം? KSRTC ബസ്സുകൾ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര. സന്തോഷമായില്ലേ? എല്ലാവരും ആഘോഷിച്ചു, എല്ലാവരും വെൽക്കം ചെയ്തു. ഞങ്ങൾക്ക് പരാതിയില്ല കേട്ടോ. ഗവൺമെന്റ് സംവിധാനത്തിൽ ആർക്ക് എത്തുകൊടുത്താലും ഞങ്ങൾ എതിർക്കില്ല. പക്ഷേ നിങ്ങൾ ചെയ്യുന്നത് ഒരു വിഭാഗം ആളുകളെ ഈ കേരളത്തിന്റെ മണ്ണിൽ നിന്നും ഇല്ലാതാക്കിക്കൊണ്ട് മറുവിഭാഗത്തിന് ആ ആനുകൂല്യം കൊടുക്കുമ്പോൾ ഞങ്ങളും ഈ കേരള സംസ്ഥാനത്തിന്റെ ഭാഗവാക്കുകളാ. ഈ ജനാധിപത്യത്തിൽ വിശ്വസിച്ചുകൊണ്ട് ജനാധിപത്യം ഞങ്ങളെയും ഞങ്ങൾ ചെയ്യുന്ന തൊഴിലിനെയും സംരക്ഷിക്കുമെന്ന വിശ്വാസത്തിൽ ഞങ്ങൾ ഇവിടെ ഈ പ്രസ്ഥാനം നടത്തുമ്പോൾ നിങ്ങളത് കണ്ടില്ല എന്ന് നടിക്കുക. ഇവിടെ സൂചിപ്പിച്ചല്ലോ, മുദ്രാവാക്യം വിളികളിൽ നിങ്ങൾ കേട്ടല്ലോ. ഇവിടെ ഞങ്ങൾക്ക് മുന്നിലെ സ്ത്രീകൾ, ഞങ്ങളുടെ കുടുംബങ്ങളിലുമല്ലേ സ്ത്രീകൾ, അവരെ പോലും അതായത് 50,000 മിനിമം ആളുകൾ ഈ വ്യവസായവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത്രയുമോ അതിൽ കൂടുതലോ വനിതകൾ ഈ വ്യവസായമായി അല്ലെ ഇതുകൊണ്ട് കിട്ടുന്ന അന്നം ഭക്ഷിച്ച് കുടുംബങ്ങളിൽ കഴിയുന്നവരാ. അവരെ ഇല്ലാതാക്കിക്കൊണ്ട്, അവരുടെ മക്കളെ ഇല്ലാതാക്കിക്കൊണ്ട് നിങ്ങൾ സ്ത്രീക്ക് സൗജന്യ യാത്ര കൊടുക്കുമ്പോൾ അത് ന്യായമാണോ, അത് നീതിക്ക് യുക്തമാണോ എന്ന് പരിശോധിക്കേണ്ടതായിട്ട് വരും. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം കൂടി പറഞ്ഞുകൊള്ളട്ടെ, നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതാ. എവിടെയാ സബ്സിഡി കൊടുക്കുക? ഇന്ത്യ ഗവൺമെന്റും കേരള ഗവൺമെന്റും ഒക്കെ ഒരുപാട് സബ്സിഡികൾ കൊടുക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ അവർ കൊടുക്കുമ്പോൾ മാനദണ്ഡങ്ങൾ പ്രഖ്യാപിക്കുക. പഞ്ചായത്തിൽ ഒരു സ്ത്രീയുടെ ഭർത്താവ് മരിച്ച് വിധവാ പെൻഷൻ മേടിക്കാൻ ചെല്ലുമ്പോൾ സർക്കാർ ഇരകീറി പരിശോധിക്കും ഇവർക്ക് എന്ത് വരുമാനമാണുള്ളത്. അവർ കൂലിപ്പണിക്കാരിയാണെങ്കിൽ പോലും 1 ലക്ഷം രൂപയിൽ കൂടുതൽ വരുമാനമുണ്ട് എന്ന് വില്ലേജ് ഓഫീസർ സർട്ടിഫിക്കറ്റ് കൊടുത്താൽ അവരതിന് യോഗ്യതയല്ല കേട്ടോ, അവരെ മാറ്റി നിർത്തും. അങ്ങനെ ഏത് മേഖലകളിലും സബ്സിഡി കൊടുക്കുമ്പോൾ സർക്കാർ നിയന്ത്രണം ഏർപ്പെടുത്തിയപ്പോൾ ഇവിടെ
ഇവിടെ ചെയ്തതെന്ന് ബഹുമാനായ നമ്മുടെ പ്രിയ മുഖ്യമന്ത്രി ഏറ്റവും വലിയ വിസ്മയത്തിന്റെ ആളാണെന്നാ പറയുന്നത്. ഞങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ ഇന്ദിരാ ഗ്യാരണ്ടിയിൽ ഈ പദ്ധതി പ്രഖ്യാപിച്ചപ്പോൾ മുതൽ ഇതിനെപ്പറ്റിയുള്ള ആശങ്കകൾ ഞങ്ങൾ അറിയിച്ചതാ. മന്ത്രിമാരാകുന്നതിന് മുമ്പ് ബഹുമാനായ വി ഡി സതീശൻ അവർ മുഖ്യമന്ത്രിയാകുന്നതിന് മുമ്പ് ഇതിന്റെ ഭീകരതയെ പറ്റി ഞങ്ങൾ അവതരിപ്പിച്ചതാ. അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ നിങ്ങളെയും കൂടി പ്രൈവറ്റ് മേഖലയെയും കൂടി ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളെയും കൂടി ചേർത്ത് പിടിച്ചുകൊണ്ടേ മുമ്പോട്ട് പോകൂ. പ്രിയപ്പെട്ടവരെ, നമ്മളെന്ന് വിശ്വസിച്ചു. ബഡ്ജറ്റിൽ വിസ്മയം കാണിക്കുമെന്ന് പറഞ്ഞു. ഞങ്ങൾ ആ വിസ്മയം പ്രതീക്ഷിച്ചു. എത്രയോ പ്രാവശ്യം ഞങ്ങൾ ബഹുമാനിയായ മന്ത്രിമാരോടും മുഖ്യമന്ത്രിമാരോടും പറഞ്ഞു, ഞങ്ങൾ തകരുക. പ്രിയപ്പെട്ടവരെ, ഒരു തൊഴിൽ ചെയ്യുന്നവന് അത് അവസാനിച്ചിട്ട് മറ്റ് തൊഴിലിന് പോകാം. പക്ഷേ ഇതിന് മുതൽ മുടക്കിയവര് 40-45 ലക്ഷം രൂപ ഒരു മുതൽ മുടക്കി തെരുവിലിട്ട് റോഡിലൂടെ ഓടുമ്പോൾ ഏതാണ്ട് 75,000 മുതൽ 1 ലക്ഷം രൂപ ഒരു മാസം CC അടയ്ക്കുന്നതായിട്ടുണ്ട്. നമുക്കറിയാവുന്നതുപോലെ ഒരു ദിവസം നിർത്തിയിട്ടാൽ 10 ദിവസം നിർത്തിയിട്ടാൽ ആ ബാധ്യത പിന്നെ ഒരു വരുമാനത്തിലൂടെയും കൂടെ നമുക്ക് റിക്കവറി ചെയ്യാൻ സാധ്യമാവില്ല. അതുകൊണ്ട് ഞങ്ങൾ വീണ്ടും ഓർമ്മിപ്പിച്ചു, സാറേ തീരുമാനങ്ങൾ ഉണ്ടാവണം, ഞങ്ങൾ എന്ത് ചെയ്യണം, ഞങ്ങളോട് നിർദ്ദേശങ്ങൾ പറയാൻ പറഞ്ഞു. ഞങ്ങൾ നിർദ്ദേശങ്ങൾ വെച്ചു, മുഴുവൻ സ്വീകരിക്കാനല്ല കേട്ടോ. പക്ഷേ വിവിധങ്ങളായ നിർദ്ദേശങ്ങൾ ബഹുമാനായ മുഖ്യമന്ത്രിയും ട്രാൻസ്പോർട്ട് മിനിസ്റ്ററുടെയും മുമ്പിൽ ഞങ്ങൾ അവതരിപ്പിച്ചു. ഒരൊറ്റ കാര്യം നാം പറയാം, പ്രിയപ്പെട്ടവരെ, വളരെ വിദഗ്ധമായി സാമ്പത്തിക വിദഗ്ധരുമായി ആലോചിച്ച് നമ്മൾ എന്താ ചെയ്തത്? നമ്മുടെ വരുമാനം എന്ന് പറയുന്നത് 1 കിലോമീറ്റർ ചെലവെന്ന് പറയുന്നത് 1 കിലോമീറ്ററിന് ഈ പറയുന്നത് 50 രൂപ 65 പൈസ വരുമെന്നുള്ളപ്പോൾ ഞങ്ങൾക്കൊരു 55 രൂപ വെച്ച് തന്നാൽ മതി, അതിന്റെ കളക്ഷൻ കൂടി നിങ്ങൾ എടുത്തോ എന്ന് പറഞ്ഞു. അങ്ങനെ ഈ വ്യവസായത്തെ നിങ്ങൾ കൊണ്ടു നടന്നു. ഞങ്ങൾ മുടക്കിന് ഞങ്ങൾക്ക് ആ കണക്ക് പ്രകാരം ഒരു മാസം ഒരു 40,000 രൂപയെ ബാലൻസ് വരൂ. അതുകൊണ്ടാണ് പറയുന്നത്, ഇതൊരു മുതലാളിമാരുടെ സംവിധാനമല്ല. 40,000 രൂപയ്ക്ക് വേണ്ടി തന്റെ കുടുംബച്ചെലവിന് വേണ്ടി പൈസ മുടക്കുന്നതിനോടൊപ്പം തന്നെ തെരുവിലിറങ്ങി അധ്വാനിച്ച് ഞങ്ങൾ കൊണ്ടു നടക്കുന്ന ഈ വ്യവസായത്തെ സംരക്ഷിക്കണമെന്ന് പറയുവാനുള്ളതാണ് ഞങ്ങളുടെ ഈ ധർണ എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, പല രാഷ്ട്രീയക്കാരും മുദ്രാവാക്യം വിളിക്കുന്നത് പോലെ സൂചനയാണ്, സൂചന കണ്ട് പഠിച്ചില്ലെങ്കിൽ മാറ്റുമെന്നൊക്കെ പറയും. അവർക്ക് പറയുന്നത് പോലെയല്ല, ഞങ്ങൾ മുതൽ മുടക്കിയവരാണ്. ഞങ്ങളെ ഇല്ലായ്മ ചെയ്താൽ ഞങ്ങൾ എന്ന ആളുകൾ, ഈ വ്യവസായവുമായി ബന്ധപ്പെട്ട ആളുകൾ ഈ സമൂഹത്തിന് ആവശ്യമില്ലാത്തവരാണ് എന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ ഞങ്ങൾ ഒരുപക്ഷെ ഇല്ലാതാകും എന്നുള്ളത് യാഥാർത്ഥ്യമാണെങ്കിലും ആ യാഥാർത്ഥ്യത്തെ എല്ലാവരും അതേ രീതിയിൽ ഉൾക്കൊണ്ടെന്ന് വരില്ല. ഞങ്ങളുടെ ഈ പ്രസ്ഥാനത്തിന് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന് രാഷ്ട്രീയമില്ല, കളറുള്ള കൊടികളില്ല. ഞങ്ങൾ ഒറ്റ സംഘടനയേ ഉള്ളൂ. ആ സംഘടനയിൽ നാനാജാതി മതസ്ഥരും എല്ലാ പാർട്ടിക്കാരും ഒക്കെ ഇതിനകത്തുണ്ട്. കാരണം ഇതൊരു ഉപജീവനത്തിന്റെ സംഘടനയാ. ഇത് കേവലം അങ്ങ് തിരുവനന്തപുരത്തിന്റെ ചീതളച്ചായയിൽ AC-യിൽ സൂഹിക്കാനോ നല്ല വണ്ടികളിൽ യാത്ര ചെയ്യാനോ അല്ല. ഞങ്ങൾക്ക് അന്നന്ന് കിട്ടുന്ന അപ്പം ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിലും എത്തിക്കാൻ വേണ്ടിയുള്ള ഒരു സംവിധാനമായതുകൊണ്ട് ഇതിനൊരു രാഷ്ട്രീയത്തിന്റെ കളറല്ല, രാഷ്ട്രീയം കലർത്തുന്നില്ല. പക്ഷേ ഏത് സമയത്ത് ആര് ഭരിച്ചാലും അവരുടെ ഉത്തരവാദിത്തത്തിൽപ്പെട്ട കാര്യമാണ് ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ വ്യവസായത്തെ മുമ്പിട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കാണുന്നുണ്ടല്ലോ, പ്രിയദർശിനി ഓടുന്നുണ്ട്, വിലങ്ങും ഓടുന്നുണ്ട്, യഥേഷ്ടം നിങ്ങൾ യാത്ര ചെയ്യാൻ പറയുന്നുണ്ട്. ഓരോ KSRTC-യും 10-15,000 രൂപ കളക്ഷൻ ഉണ്ടായിരുന്നത് ഇന്ന് സർക്കാരിൽ അവതരിപ്പിക്കുന്ന കണക്ക് 26-27 രൂപയുടെ കളക്ഷന്റെ കണക്കാ. ആ കണക്കെന്ന് പറയുന്നത് 0 ടിക്കറ്റ് അടിച്ചതാ. അതിന്റെ കൂടി മാറ്റ അത് ഓടിക്കുന്ന ജോലിക്കാർക്ക് കൊടുക്കുക. അങ്ങനെ ആ പൈസ സർക്കാർ മാസാമാസം അവർക്ക് വിട്ടുകൊടുക്കുക. നിങ്ങൾക്കറിയുമോ, 15 ദിവസം പൂർത്തീകരിച്ചപ്പോൾ 1 കോടി രൂപയാണ് ഈ പറയുന്ന സർക്കാർ ഖജനാവിൽ നിങ്ങളും ഞാനും നമ്മൾ ഓരോരുത്തരും തീപ്പെട്ടി മുതൽ കാറ് വരെ വാങ്ങിക്കുന്ന പൈസ സർക്കാർ ഖജനാവിലേക്ക് അടയ്ക്കുന്നത് ഏതെങ്കിലും ഒരു വിഭാഗത്തിന് വാരിക്കോരി കൊടുക്കാനല്ല, മറിച്ച് ഇന്നും പിന്നോക്ക മേഖലയിൽ നിൽക്കുന്ന ഈ കേരള സംസ്ഥാനത്തെ പാവപ്പെട്ട സ്ത്രീകളെ ഉദ്ധരിക്കാനാണെന്നാണല്ലോ പറഞ്ഞത്. അവരുടെ മുന്നേറ്റത്തിനാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഈ കേരളത്തിന്റെ തെരുവോരങ്ങളിൽ മാത്രമല്ല, വിവിധങ്ങളായ പ്രദേശങ്ങളിൽ ഇന്നും പഴുതായുടെ അടിയിൽ തന്റെ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് മരണനയാതെ കിടക്കുന്ന
നടക്കുന്നവരുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ ചോദിക്കട്ടെ, ഞങ്ങൾ തരുന്ന ഈ ടാക്സും കൂടി എടുത്തുകൊണ്ട് നിങ്ങൾക്കൊരു വീട് വെച്ച് കൊടുക്കാമായിരുന്നല്ലോ. കേരള ഗവൺമെന്റ് ലൈഫ് ഭവന പദ്ധതിയിൽ നമുക്കറിയാം എത്രയോ പേര് അപേക്ഷ വെച്ചിട്ട് ആദ്യം കിട്ടുന്ന 48,000 രൂപയ്ക്ക് വേണ്ടി കാവല് കിടക്കുമ്പോഴാണ് നിങ്ങൾ അവരുടെയും ഞങ്ങളുടെയും നമ്മുടെയും കയ്യിൽ നിന്ന് ടാക്സ് ആണെന്ന് പറഞ്ഞ് മേടിക്കുന്ന പൈസ കൊടുത്ത് സ്ത്രീകൾക്ക് എവിടെ പോകാം. ഞാൻ അടുത്ത ദിവസം കോട്ടയം ബസ് സ്റ്റാൻഡിൽ കണ്ടത്, രാത്രി 1 മണിക്ക് ഞാൻ ബസ്സിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കണ്ടത്, ഇവിടുന്ന് കുമളി വഴി തേനിക്ക് ഇന്റർസ്റ്റേറ്റ് ബന്ധിപ്പിക്കുക പ്രിയദർശിനി. അതാണ് തമിഴ്നാട്ടിലേക്ക് പോകേണ്ട ആളുകൾക്ക് പോലും സൗകര്യം ചെയ്ത് കൊടുക്കുക. പ്രിയപ്പെട്ടവരെ, ഭാര്യമാരോട് നിങ്ങൾ സൂക്ഷിച്ച് സംസാരിക്കണം. രാവിലെ കാണില്ല, ബസ്സേ കയറി പോകും, വൈകിട്ടേ വരുള്ളൂ. അതാണ് സ്ഥിതി. ഇന്ന് ആവശ്യത്തിന് വേണ്ടി യാത്ര ചെയ്യുന്നതിനപ്പുറത്തേക്ക് ആളുകളെ വാരിക്കോരി നിറച്ചുകൊണ്ട് ഈ സർവീസുകൾ ഇങ്ങനെ ഓടുക, എന്നിട്ട് KSRTC ഉദ്ധരിക്കുക. ഞങ്ങൾ പറയുന്നു, ഭീഷണിയല്ല, ഇത് ജീവന്റെ സമരമാ, ഞങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ സമരമാ. 10-30 വർഷമെങ്കിലും ഈ വ്യവസായത്തിൽ വന്നിട്ട് ആളുകളാണ് കൂടുതൽ. ഞങ്ങൾക്ക് ഇനി വേറെ എവിടത്തേക്കും പോകാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യും? നമുക്കറിയുമോ, നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൽ, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ അവസാനം എല്ലാവരും കൂടി ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് നേരെ കൈകൾ ഉയർത്തി പ്രതിഷേധം പറഞ്ഞപ്പോൾ അവർക്ക് വിട്ടുപോകേണ്ടതായിട്ട് വന്നു. നമ്മുടെ ഈ കൂട്ടായ്മ ഇത് കാവല്യം ഈ കോട്ടയം ജില്ലയുടെ ആളുകളാ. ഈ കോട്ടയം ജില്ലയിൽ ഇന്ന് നടക്കുന്നത് പോലെ തന്നെ പത്തനംതിട്ടയും കൊല്ലത്തും ആലപ്പുഴയും നടക്കുന്നുണ്ട്. മറ്റു സ്ഥലങ്ങളിലൊക്കെ നേരത്തെ കഴിഞ്ഞിട്ടുമുണ്ട്. ഇതൊക്കെ ഞങ്ങൾ കാണിക്കുന്നത് ഞങ്ങളുടെ വിശപ്പിന്റെ വിളിയാ. നിങ്ങളെ നേരിട്ട് എവിടെയെങ്കിലും ഇരുന്നുകൊണ്ട് സമരമാർഗമാണെന്നൊന്നും വിചാരിക്കട്ട. സമരത്തിന്റെ മാർഗങ്ങളും ഏതൊരു രാഷ്ട്രീയ പാർട്ടിക്കാരും ചെയ്യുന്നത് പോലെ ഞങ്ങൾക്കും അറിയാം. ഏത് തീവ്ര സംഘടനകൾ ചെയ്യുന്നത് പോലെയും ഞങ്ങൾക്കും അറിയാം. ഞങ്ങളുടെ രക്തത്തിലുമുണ്ട് വിപ്ലവ വീര്യങ്ങളെന്ന്. അതിന് മുദ്രാവാക്യം വിളിക്കേണ്ട കാര്യങ്ങളില്ല. പക്ഷേ ആ വിപ്ലവ ചിന്താഗതിയെ ഒരിക്കൽ പുറത്തെടുത്താൽ പിന്നെ നമ്മുടെ നാടിനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നമുക്കറിയാം. ഞാൻ പറയുന്നു, ഈ വ്യവസായത്തെ പറ്റി പഠിക്കുവാൻ ആർജവമുള്ള ആരെക്കൊണ്ടെങ്കിലും ഞങ്ങൾ പറയുന്ന കണക്കുകൾ ശരിയാണെങ്കിൽ അത് ശരിയാണെന്ന് പറയുകയും തെറ്റാണെങ്കിൽ ഇതല്ല ഇതിന്റെ കണക്കുകൾ എന്ന് പറഞ്ഞാൽ അത് തിരുത്താനും ഞങ്ങൾ സന്നദ്ധ. അതുകൊണ്ടാണ് പറയുന്നത്, ഞങ്ങളുടെ ഒറ്റ മുദ്രാവാക്യമാ, ഈ വ്യവസായം നിലനിന്നുകൊണ്ട് പോകണം. ഈ വ്യവസായവുമായി ബന്ധപ്പെട്ട തൊഴിലാളികളും നിലനിന്നുകൊണ്ട് പോകണം. ആർക്കും എന്ത് ആനുകൂല്യങ്ങളും കൊടുത്തു. പക്ഷേ ഞാൻ സൂചിപ്പിച്ചതുപോലെ വീണ്ടും പറയുന്നു, ഒരു വിവാഹം ആളുകളെ ഇല്ലാതാക്കിക്കൊണ്ട് അവരുടെ കുടുംബങ്ങളെ വഴിയാധാരമാക്കിക്കൊണ്ട് നിങ്ങൾ ഈ സംഭാവനകളുമായി മറ്റാളിലേക്ക് കടന്നു ചെയ്യുന്നത് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഇന്നിവിടെ ഈ കാലാവസ്ഥ മോശമാണെങ്കിലും വന്ന എല്ലാ ഓപ്പറേറ്റർമാരെയും അതുപോലെ തൊഴിലാളി സുഹൃത്തുക്കളെയും അതിന്റെ സംഘടനാ നേതാക്കന്മാരെയും ഒക്കെ ഞാൻ അംഗീകരിക്കുക. നമുക്കറിയാവുന്നതുപോലെ എത്രയോ വർഷങ്ങളായി നമ്മൾ ഈ വ്യവസായം നടത്തുന്നത്. ഇന്ന് ഇവര് മാത്രമല്ല, മാധ്യമ സുഹൃത്തുക്കൾ വരെ നമ്മളോടൊപ്പം നിന്നുകൊണ്ട് കൈകോർക്കുക. കാരണം ഇതിന്റെ കാര്യങ്ങൾ വ്യക്തമായി പഠിക്കുമ്പോൾ നമ്മുടെ ഈ സമരങ്ങളൊക്കെ തീർച്ചയായും ന്യായമാണെന്ന് ബോധ്യപ്പെട്ടത് കൊണ്ട് നമുക്കറിയാം. മുൻകാലങ്ങളിലൊക്കെ ഒരുപക്ഷെ മാധ്യമങ്ങളൊക്കെ പബ്ലിക്കിൽ കിട്ടുന്ന രീതി അനുസരിച്ച് ബസ് ഉടമസ്ഥനെ ഒരു കൊള്ളരുതാത്തവനായി ചിത്രീകരിച്ചിട്ടുണ്ടെങ്കിലും ഇന്ന് നമ്മൾ ചെയ്യുന്ന കാര്യം പ്രിയദർശിനിയിലൂടെ സർക്കാർ ഖജനാവിൽ നിന്ന് കാശെടുത്ത് പ്രിയദർശിനി നടത്തുമ്പോൾ നമ്മൾ നടക്കുന്ന വ്യവസായം നാളുകളിൽ തെരുവുകളിൽ കാണില്ല, ഇന്ന് പൊതുഗതാഗതത്തിൽ കാണില്ല. അതുകൊണ്ട് ഒരുപാട് കുടുംബങ്ങളും ഉണ്ടാവും. ഞാൻ വീണ്ടും പറയുന്നു, നമുക്കുണ്ടാകുന്ന കഷ്ടനഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ വന്നതിന് ശേഷം തലയിൽ കൈവച്ചുകൊണ്ട് എന്റെ വിധിയാണെന്ന് പറയാതെ ഈ സംസ്ഥാനത്ത് ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഇവിടെ അങ്ങ് പാറ്റകീഴിയിരുന്ന് ജോലി ചെയ്യുന്ന ഓരോ ഉദ്യോഗസ്ഥനും കിട്ടുന്ന ആനുകൂല്യത്തിന്റെ പകുതിയെങ്കിലും ഞങ്ങൾക്ക് തരുന്നോ? നമുക്കറിയാം, ഈ എല്ലാ ഗവൺമെന്റ് ഓഫീസുകളിലും മറ്റിതര സ്ഥാപനങ്ങളിലും ഒക്കെ ജോലി ചെയ്യുന്നവരുണ്ട്. അവർക്കൊക്കെ കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ ജനാധിപത്യത്തിൽ അനുശാസിക്കുന്ന രീതിയിൽ ഞങ്ങളെയും സംരക്ഷിക്കണം. പല യൂണിയനുകളുണ്ടല്ലോ, യൂണിയനുകൾ സമരത്തിനിറങ്ങിയാൽ പിറ്റേ ദിവസം തന്നെ ചർച്ചയ്ക്ക് വിളിക്കുക. പക്ഷെ തെരുവിൽ കിടക്കുന്നവരാണ് നമ്മളെന്ന് തോന്നിയാൽ നിങ്ങളെ ആ തോന്നൽ ആരായിരുന്നാലും അത് തെറ്റാണ് എന്ന് ഇവിടെ വീണ്ടും ഞാൻ പറയുക. ഞങ്ങളുടെ സംഘടനാ ശക്തി എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ. ഇന്ന് ഈ വേദി പങ്കിട്ടിരിക്കുന്ന ബഹുമാനരായ ട്രേഡ് യൂണിയൻ നേതാക്കന്മാർ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലുള്ളവരാ. ഞങ്ങളെല്ലാവരും കൂടി ഇവിടെ സമരക്കാർക്കേ ഗതിയുള്ളൂ എന്ന് ഞങ്ങളെ പഠിപ്പിച്ചാൽ, ഞങ്ങളത് പഠിച്ചെടുത്താൽ നാളുകൾ ഞങ്ങൾ ബസ്സുകൾ നിർത്തിയിട്ടിട്ട്
കൊടികളെടുത്ത് സമരമാർഗങ്ങളുമായി തെരുവിലേക്ക് ഇറങ്ങുമെന്നുള്ള യാഥാർത്ഥ്യമാ. എന്തുകൊണ്ടാണ് ഞങ്ങൾ ബസ് നിർത്താത്തത്? ഞാൻ സൂചിപ്പിച്ചല്ലോ, ഏതാണ്ട് 70-80% പൊതുഗതാഗതത്തെയും ആളുകൾ കൊണ്ടുപോകുന്നത് ഈ സംവിധാനമാണ്. അവരോടൊരു യുദ്ധപ്രഖ്യാപനമല്ല. കാരണം അവരെന്നും എക്കാലവും നമ്മുടെ കസ്റ്റമറാ, അവർ നമ്മുടെ യാത്രക്കാരാ. അവരെ വഴിയറിയാക്കാൻ ഞങ്ങൾക്ക് തയ്യാറല്ല. പക്ഷേ സമരത്തിന്റെ വിവിധ മാർഗങ്ങളിൽ നാളുകളിലുണ്ടാവും. 20-ാം തീയതി മുതൽ 26-ാം തീയതി വരെ കേരളത്തെ മുഴുവൻ ജില്ലകളും അങ്ങ് തിരുവനന്തപുരത്ത് വന്ന് ഒരു ദിവസം 2 ജില്ല വെച്ച് 26-ാം തീയതി വരെ അങ്ങ് ശീതളച്ചായയിൽ ഇരിക്കുന്ന ആളുകളെ കണ്ണു തുറപ്പിക്കുവാൻ ധർണ നമ്മൾ നടത്തുകയാ. 26-ാം തീയതി അത് അവസാനിക്കുള്ളൂ. അന്നൊരു കാര്യം കൂടി കേട്ടോ, ഞങ്ങളെ വിശ്വസിക്കേണ്ട, ഞങ്ങളുടെ കുടുംബങ്ങളെ വനിതകൾ കൂടി ഞങ്ങളോടൊപ്പം പങ്കുചേരും. കാരണം ഇതിന്റെ തിക്തഫലം അവരും കൂടി അനുഭവിക്കുന്നതാ. അതുകൊണ്ട് ഈ മോശമായ സാഹചര്യത്തിൽ ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. എനിക്ക് ശേഷവും നല്ല ആളുകളൊക്കെ വളരെ ഭംഗിയായി അവതരിപ്പിക്കാൻ പറ്റുന്നവരൊക്കെ പുറകിൽ നിൽപ്പുണ്ട്. അവർക്ക് അവസരം കൊടുക്കുക. ഒരു കാര്യം കൂടി പറയട്ടെ പ്രിയപ്പെട്ടവരെ, പിന്നോട്ടില്ല. അതായിരിക്കണം നമ്മുടെ രക്തം. നാളിതുവരെ നമ്മൾ പിന്നോട്ട് കാലത്ത് വെക്കില്ല. ഞങ്ങളെ കൊല്ലാം, ഞങ്ങളെ അടിക്കാം, ഞങ്ങളതിന് കേസെടുക്കാം. എത്രയോ കേസുകൾ ഞങ്ങളുടെ പേരിലെടുത്തു. ഞങ്ങളെ കേസെടുത്ത് ഞങ്ങളുടെ സമരത്തെ തോപ്പിക്കുവാനോ, ഞങ്ങളെ ഭീഷണിപ്പെടുത്തി ഞങ്ങളുടെ സമരത്തെ തോപ്പിക്കുവാനോ, ഞങ്ങളോടൊപ്പം കുറെ വണ്ടികളൂടി എടുത്ത് ഞങ്ങൾ നിങ്ങളോടൊപ്പം യാത്ര ചെയ്യാൻ ശ്രമിക്കുമ്പോഴും ഞങ്ങളിലെ ആ വിപ്ലവ വീര്യമുടരും. ഭീഷണിയല്ല, സ്നേഹത്തോടു കൂടി പറയുന്നു. തീർച്ചയായും തീരുമാനമുണ്ടാകണം. അതെത്രയും പെട്ടെന്നുണ്ടാവണം. അതിന്റെ കാര്യം ഞാൻ സൂചിപ്പിച്ചല്ലോ. നമ്മൾ ഇനി ഒരു ദിവസം 3000 രൂപ നഷ്ടത്തിൽ പോയാൽ 10 ദിവസം കഴിയുമ്പോൾ അത് 30,000 രൂപയായി മാറും. അപ്പോൾ ഏതെങ്കിലും ഒരു ആനുകൂല്യം നമുക്ക് പ്രഖ്യാപിക്കപ്പെട്ടാൽ ആ ആനുകൂല്യം കൊണ്ട് ആദ്യം ഈ 30,000 രൂപ കണ്ടെത്തി അത് കഴിഞ്ഞതിന് ശേഷമേ നമുക്ക് മുമ്പോട്ട് പോകാനാവൂ. അതോടൊപ്പം തന്നെ കേരളത്തിന്റെ തെരുവോരങ്ങളിൽ ഒരുപാട് ബസ്സുകൾ ജീവം എടുത്ത് കയറ്റിയിട്ടു. കാരണം ഈ 3000 രൂപ കയ്യിൽ നിന്നും എടുത്തു കൊടുക്കാൻ പറ്റാത്തവരാ. ഒരു കാര്യം കൂടി കേട്ടോ പ്രിയപ്പെട്ടവരെ, നിങ്ങളൊരു പക്ഷേ ചിന്തിക്കും, നിങ്ങൾ ഇതൊക്കെ പറയുമ്പോഴും ഇന്നും കേരളത്തിന്റെ നിരത്തുകളിൽ ബസ്സുകൾ ഓടുന്നുണ്ടല്ലോ, അത് ഈ നിൽക്കുന്ന നമ്മുടെ സഹോദരങ്ങളാ, നമ്മുടെ തൊഴിലാളി സുഹൃത്തുക്കളാ. അവർ ഞങ്ങൾ കൊടുത്തിരിക്കുന്ന പൈസ അവർ പറയുന്നു അത്രയും പൈസ വേണ്ട മുതലാളി ഞങ്ങൾക്ക്. കാരണം അന്നത്തെ ദിവസം വണ്ടിക്ക് കിട്ടിയ കളക്ഷൻ അറിയാം. അങ്ങനെ ആ തൊഴിലാളികൾ അവർ ചെയ്യുന്ന ആ പ്രസ്ഥാനത്തോട് ബഹുമാനം കാണിക്കുമ്പോൾ, ഞങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുമ്പോൾ, ഈ പ്രസ്ഥാനങ്ങളെയെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് ഇതൊരു വയറിന്റെ പ്രശ്നമായതുകൊണ്ട്, കുടുംബത്തിന്റെ പ്രശ്നമായതുകൊണ്ട് ഞങ്ങൾ തെരുവിലിറങ്ങുമെന്ന് മാത്രമേ എനിക്ക് പറയുവാനുള്ളൂ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ബന്ധപ്പെട്ട അധികാരികൾ ഇതിനൊരു തീരുമാനമുണ്ടാക്കി പറഞ്ഞതുപോലെ ബഹുമാനായ VD സതീശൻ അവர்களுം ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ അവர்களுം എപ്പോൾ ചെന്നാലും പറയുന്ന ഒറ്റ കാര്യമാ, നിങ്ങളെയും കൂടി സംരക്ഷിച്ചുകൊണ്ടേ പോകൂ. പ്രിയപ്പെട്ടവരെ, ഇന്ന് എത്രയാ 20 ദിവസം കഴിഞ്ഞിട്ട് സംരക്ഷണത്തിന്റെ ഒരു ഐഡിയ പോലും അവർക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് പറയുന്നത്, ഏത് രീതിയിലും എന്തിനും പ്രശ്നങ്ങൾ കണ്ടെത്തുവാൻ നമുക്ക് ഉപാധികളുണ്ട്. അത് കണ്ടുപിടിച്ചുകൊണ്ട് നമ്മളെ സംരക്ഷിക്കണം. അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞതുപോലെ ഈ പറയുന്ന 50 രൂപ 65 പൈസ 1 കിലോമീറ്റർ മുതൽ മുടക്കാണെങ്കിൽ 55 രൂപ നമുക്ക് തന്നാൽ മതി. അത് നമുക്ക് കിട്ടുന്ന പൈസ പോലും സർക്കാർക്ക് അതിനെ വിലയ്ക്ക് അടയ്ക്കാം. ഇവിടെ വന്ന എല്ലാ സമരഭടന്മാർക്കും ഞാൻ അങ്ങനെ അഭിസംബോധന ചെയ്യൂ. ഫെഡറേഷന്റെ ഓരോ മീറ്റിങ്ങുകളും ഒരിക്കലും ഞാൻ സമരഭടന്മാരെന്ന് പറഞ്ഞിട്ടില്ല. കാരണം സമരം വേണ്ടി ഭടനായതല്ല, മറിച്ച് ഇന്നത്തെ സാഹചര്യം നമ്മളൊരു നല്ല പോരാളിയായി, നല്ലൊരു സമര ഭടനായി മാറിയെങ്കിലേ സർക്കാരിനെ കൊണ്ട് നമ്മളെ സഹായിക്കാൻ അർഹതപ്പെട്ട സഹായം, അർഹതപ്പെടാത്തതല്ല, അർഹതപ്പെട്ട സഹായം ഞങ്ങളിൽ എത്തിക്കാൻ നിങ്ങൾ അതിനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. നിങ്ങൾ ഞങ്ങളെ സഹായിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് ഒരിക്കൽ കൂടി നന്ദിയുടെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.